ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും കോമഡി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് മീശ താടി ഒന്നുമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താടി മീശയൊക്കെ ഭയങ്കര കട്ടി ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഇതൊന്ന് പിടിച്ച് നിൽക്കണമെന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഞാൻ ട്രിം ചെയ്തുകൊണ്ടിരുന്ന വഴിക്ക് കൈ അറിയാതെ തട്ടി പകുതി മീശ പോയി ഗായ്സ്. അപ്പോൾ പിന്നെ ഇത് ഫുള്ള് പഠിക്കാണ്ട് വേറെ നിവർത്തിയില്ലാത്ത ഇതായിപ്പോയി. എന്തെങ്കിലും ആ ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലിപ് കെയർ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കാറുണ്ട്, നീ സിഗരറ്റ് വലിക്കാറുണ്ടോ, നിൻ്റെ ചുണ്ട് കണ്ടാലറിയും നീ സിഗരറ്റ് വലിക്കും എന്നുള്ളത്. അങ്ങനെയൊക്കെ കുറേ പേര് പറയാറുണ്ട്. ആക്ച്വലി ഞാൻ ലിപ് കെയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക, ഞാൻ സ്കിൻ കെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ ലിപ് കെയറിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ഡാർക്ക് ആയിട്ടുള്ള നല്ല ഡസ്കി ആയിട്ടുള്ള ഒരു സ്കിൻ ടോണാണ് എൻ്റേത്. അപ്പം അതെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് നല്ല ഡാർക്കായിരുന്നു. പിന്നെ ഞാനൊരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ടോണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഷെയ്ഡ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കര വെളുത്ത് തുടുത്ത് അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു ടോൺ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് എൻ്റെ സ്കിന്നിൻ്റെ കളറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ സ്കിന്നൊന്ന് നല്ല എന്താ പറയുക, ഒരു ഹെൽത്തി ആക്കി വെക്കാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നല്ല രീതിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടി പഴുത്ത് ചീഞ്ഞ് അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിന്നായിരുന്നു എൻ്റേത് പണ്ട്. ഞാൻ പ്ലസ് ടു അല്ല 9ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ടാണ് എൻ്റെ മുഖത്ത് കുരു വരാൻ തുടങ്ങിയത്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു സംഭവം ഒന്ന് പറഞ്ഞു തീർത്തട്ടെ. എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ കാര പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അതായത് ഈ നെറ്റിയുടെ ഭാഗത്ത് മാത്രമായിട്ടും. അതിനുശേഷം പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്കും അത് പിന്നെ ഈ ഭാഗത്ത് ഭയങ്കര കുരു വരാനായിട്ട് തുടങ്ങി. എന്നിട്ട് പിന്നെ കുരു വന്നിട്ട് കറുത്ത പാടി, ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടിരിക്കുകയല്ലേ, അതുപോലെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കുരുവായി. ഇങ്ങനെ കുരു വന്നിട്ട് ഇങ്ങനെ വലിയ കുരു വരാൻ തുടങ്ങി. വലിയ കുരു വന്നിട്ട് അതിങ്ങനെ പൊട്ടി പഴുത്ത് ചീഞ്ഞ് അങ്ങനത്തെ ഒരു സെറ്റപ്പില്ലേ, ആ ഒരു സെറ്റപ്പ് വരാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്കിൻ കെയർ ഒക്കെ നമ്മളും ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് ചെയ്താൽ മാത്രമേ അത് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും തൊട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ ജോലിക്ക് കയറുന്ന ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും, അതായത് കൊറോണയുടെ ടൈമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ പിമ്പിൾസൊക്കെ കുറഞ്ഞതും പിന്നെ സ്കിന്നിൻ്റെ ടോൺ ഒരു ഇത്തിരി കുറഞ്ഞതും അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ എന്താ പറയുക, നിങ്ങളെൻ്റെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഞാൻ ലിപ് കെയറിന് അല്ലെങ്കിൽ ലിപ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കുറവാണ്. ഞാൻ ലിപ് കെയർ വീഡിയോസ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്യാറുമില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ നമ്മളെന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറവായിട്ടാണ്. പിന്നെ ഒരു തവണ ഞാനൊരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കുങ്കുമാതി ലിപ് എന്തായിരുന്നു സിറം, അങ്ങനെ ഒരു സംഭവം. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതെനിക്ക് കുറച്ച് റിസൾട്ടൊക്കെ കിട്ടിയതായിരുന്നു. പക്ഷെ അതിന് ഭയങ്കര വില കൂടുതലായതുകൊണ്ട് പിന്നെ ഞാനത് നിർത്തി. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ മടിയനായിരുന്നു, ഞാൻ മറന്നു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്ന് പിന്നെ ഒരുപാട് പേര് അതിന് നെഗറ്റീവ് റിസൾട്ട് ഇട്ടിട്ടുണ്ട്. നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടൊന്നും റിസൾട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എനിക്കത് റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ ഞാനത് മേടിക്കണം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എപ്പോഴും അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കും. പിന്നെ ഞാൻ ആ കാര്യമേ മറന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യമേ തന്നെ മറന്നുപോയി. അങ്ങനെ ആണ് ലിപ് കെയർ. പിന്നെ ഇപ്പോൾ ഈ ലിപ് കെയർ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പേര് വന്നിട്ട് നീ സിഗരറ്റ് വലിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കോംപ്ലക്സ് പോലെ. അതായത് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ ലിപ്സ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത്, പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓക്കെ, നിങ്ങൾ എന്തായാലും ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ ലിപ് കെയറും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പിഗ്മെൻറ്റേഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ലിപ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ലിപ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല പിഗ്മെൻറ്റേഷനുണ്ട്, ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സാണ്. അത് ഞാൻ വിചാരിച്ച എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഒരു ചാനലുണ്ടല്ലോ, നമ്മൾക്ക് എന്താ പറയുക DIYs ഒക്കെ ചെയ്തിട്ട്
അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ എന്ന് നോക്കാം. ഇൻ കേസ് ഒരു റിസൾട്ടും കിട്ടുന്നില്ല, നമ്മളൊരു 10-30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന്. ഇപ്പം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പം ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിപ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, കളർ ചേഞ്ച് കണ്ടോ? ഓക്കെ, എന്തായാലും ഞാൻ കുറേ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പിന്നെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊക്കെ കിട്ടിയ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് DIYs നമുക്ക് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് DIYs ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ലിപ് പീൽ ഓഫ് മാസ്ക് ആണുള്ളത്. അപ്പോൾ ഈ പീൽ ഓഫ് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കേട്ടോ ഒരു വീഡിയോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോയ്ക്ക് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് പേര് കമൻസും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പീൽ ഓഫ് മാസ്ക് അല്ലേ, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണുള്ളത്. അതായത് ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ജെലാറ്റിനാണ്, പിന്നെ കോഫി പൗഡർ, പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും, പിന്നെ കുറച്ചൊരു ഹണിയും. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് 4 നമ്മുടെ വീട്ടിലിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ജെലാറ്റിൻ മാത്രമേ കിട്ടാതെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഈ ജെലാറ്റിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ലിപ് പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാം. അതുണ്ടാക്കിയതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഒരുപാട് ഇനി വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ, ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പറഞ്ഞു വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് എത്തും. പിന്നെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ ഒരു ബന്ധമില്ലാതെയൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് ഒട്ടും വൈകേണ്ട, വീഡിയോയിലോട്ട് പോകും. ഗൈസ്, നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ നമ്മുടെ കോഫി പൗഡറാണ്. സെക്കൻഡ് വൺ ജെലാറ്റിൻ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ജെലാറ്റിൻ. ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതിനുശേഷം നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് വേണ്ടത്. അത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഹണിയാണ് വേണ്ടത്. ഹണി നിങ്ങളുടെ കയ്യിൽ ഏത് ഹണിയാണോ ഉള്ളത് ആ ബ്രാൻഡിൻ്റെ എടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് പീൽ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇതിപ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ട ഒരു വീഡിയോ വഴിയാണല്ലോ ഈ ഒരു ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്തരം അളവിലാണോ എടുത്തിരിക്കുന്നത് ആ ഒരു സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് ഞാനും സംഭവങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ എന്തോ ആ പുള്ളി ഇത് പീൽ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ സ്മൂത്തായിട്ട് പീൽ ചെയ്തെടുത്തത്. പക്ഷെ ഞാനിത് പീൽ ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടും വരുന്നില്ല. ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ എന്ത് കൺസിസ്റ്റൻസിയുടെ ഇത് കൊണ്ടാണോ അതോ ജെലാറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതോ എന്താണെന്നറിയത്തില്ല, ഇതിങ്ങനെ പീൽ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഇങ്ങനെ മീൻസ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ, അത് കിട്ടുന്നില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നിയൊരു ഒരേ ഒരു കുഴപ്പം. ഇനി അത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ലിപ്സൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് പീൽ ഓഫ് മാസ്ക് എന്ന് പറഞ്ഞാലും എന്താ പറയുക, ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോൾ പുള്ളി ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പീൽ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇനി അത് പ്രോപ്പറായിട്ട് ഉണങ്ങാഞ്ഞിട്ടാണോ, ഞാൻ എന്തായാലും 15 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞ 15 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പൊളിച്ച് കളയാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റ് വെച്ചു. എന്നിട്ടും അത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് പൊളിക്കാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടഫായിട്ടാണത് പൊളിച്ചെടുത്തത്. എന്ന് വെച്ചാൽ പൊളിക്കുമ്പോൾ നമുക്ക് വേദന അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇത്തിരി പീൽ ഓഫ് മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതിൻ്റെ. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഇത്ര എത്തിക്കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോയിട്ട് പിന്നെ ബാക്കി നമ്മൾ പിന്നെ തപ്പിയെടുക്കണം, അതിൻ്റെ അറ്റം കണ്ടുപിടിച്ച്. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഒറ്റയടിക്ക് തന്നെ റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറ. ഇതാണ് എൻ്റെ ലിപ്സിൻ്റെ അവസ്ഥ. അത്ര വലിയ റിസൾട്ട് അങ്ങനെ ഒറ്റ യൂസിൽ തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്നാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ലിപ്സ് ആയിരുന്നു എൻ്റെ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരിച്ചിരി മോയ്സ്ചറൈസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലത്തെ പീൽ ഓഫ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. ഞാനൊരു ലിപ് ബാമും കൂടെ
അപ്ലൈ ചെയ്യാണ്. പിന്നെ ഇതൊരു കുറച്ചൊരു ടിൻറ്റഡ് ലിപ് ബാം ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് ഈ ഒരു ലിപ് ബാമിൻ്റെ കാര്യം പറയാനായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിനൊരു ചെറിയൊരു സൊല്യൂഷൻ എന്ന രീതിക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു ടിൻറ്റഡ് ലിപ് ബാം കിട്ടും. അത് ഇതാണ്, ഇതൊരു ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഇതല്ലാതെ ലിപ് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇപ്പം അത് ലിപ്സ്റ്റിക്ക് പോലെ ആയിരിക്കില്ല, ലിപ് കളർ സെപ്പറേറ്റ് ആണ്, ഐ മീൻ വേറെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാനായിട്ട് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ലിപ് കളർ യൂസ് ചെയ്യാം. ലിപ് കളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു പിങ്ക് അല്ല, ഒരു നമ്മുടെ സാധാരണ ഒരു നമ്മളൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടോയെന്നൊന്നും പറയത്തൊന്നുമില്ല, ഒരു സാധാ ഒരു നമ്മുടെ ലിപ്സിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ നമുക്ക് കിട്ടും. പിന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, കുറച്ച് നേരത്തേക്കൊക്കെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാനായിട്ട് തീരെ താല്പര്യമില്ല, പക്ഷേ എന്നാലും എൻ്റെ ലിപ്സ് ഭയങ്കര ഡാർക്ക് ആണെന്നുള്ള ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ് കളർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ടിൻറ്റഡ് ലിപ് ബാം ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. അതായത് ലിപ്സൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന ടൈമാണല്ലോ, കല്യാണത്തിനൊക്കെ ആണല്ലോ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു ഭയങ്കര പിങ്ക് അല്ല, പക്ഷെ എന്നാലും ഒരു ലൈറ്റ് പിങ്ക് കളറിലെ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പക്ഷേ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേളിൽ ഞാൻ ഈ ലിപ് ബാമും കൂടി ഉപയോഗിക്കും. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചതായിട്ട് തോന്നത്തുമില്ല. പിന്നെ ഇപ്പം ഈ ലിപ് ബാം ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ലിപ്സ് ഇപ്പോൾ ഭയങ്കര ഷൈനി പോലെ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി എന്തായാലും സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ, ഫോർത്ത് വീഡിയോ, അങ്ങനെ ഈ ഒരു സീരീസ് ഒരു 30 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലിപ് കെയർ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാനിപ്പം ലിപ് കെയർ ചെയ്യുമ്പോഴത്തേക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമുക്ക് DIY ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാത്രമായിരിക്കും ചെയ്യുക. അപ്പം എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.